ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് അവസാനം എടുക്കുന്ന ഇൻട്രോയാണ് കേട്ടോ. കാര്യം ഇന്ന് എന്താ വീടിൻ്റെ പാലുകാച്ചെന്നൊന്നും പറയാനില്ല കേട്ടോ. നമുക്ക് രാധേച്ചെടുത്ത് തന്നെ ചോദിക്കാം എന്തായിരുന്നു ഫംഗ്ഷൻ എന്നൊക്കെ. അപ്പം ഇങ്ങനെ വന്നിരുന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോസൊക്കെ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം എന്തുമായിരുന്നു എന്നൊക്കെ ഞാൻ ഒന്ന് ചോദിക്കാം. അപ്പോൾ പറ, എന്തായിരുന്നു ഇന്നത്തെ പരിപാടി എന്ന് പറ. പാലുകാച്ചെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഫങ്ഷൻ പോലെ. കാരണം എനിക്ക് എല്ലാവരെയും വിളിച്ച് എൻ്റെ വീടൊന്ന് വൃത്തിയാക്കിയത് കൊണ്ട് എല്ലാവരെയും വിളിച്ചൊന്ന് ചെറിയൊരു ഫങ്ഷൻ നടത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളും തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. സന്തോഷമായിരുന്നു, നന്നായിട്ട് അത് ആഘോഷിച്ചു. അങ്ങനെ പോകും. അപ്പം എന്താ നേരത്തെ പഴയ ഒരു വീടിൻ്റെ ഫോട്ടോസും വീഡിയോസും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പം ഓൾറെഡി വീട് പണിതിട്ടുണ്ടായിരുന്നു, എങ്കിലും കുറേ പണികൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പം വേണമെങ്കിൽ കുറേ സ്ട്രഗിൾ ചെയ്തൊക്കെ ഉള്ള ഒരു ലേഡീസ് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഒരുപാട് പണികൾ ബാക്കിയുണ്ടായിരുന്നു, ഒത്തിരി പണികൾ. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയത് ഇപ്പോഴാണ്. എല്ലാവരും ഒരുപാട് ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല, കുറച്ച് പേര്, നമ്മൾ ഫാമിലീസ് മാത്രം. പിന്നെ അടുത്തുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം എന്നൊരിതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി, ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളും പോകാൻ ഇറങ്ങിയ സമയത്താണ് ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ. ഈ വീട് പണിഞ്ഞിട്ടൊരു 10 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഫുള്ള് പണി കഴിഞ്ഞിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യമേ പണി കഴിഞ്ഞപ്പോൾ ഒന്ന് കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലായപ്പോഴത്തേക്കിന് കയറി താമസിച്ചായിരുന്നു. പാലുകാച്ച് ജസ്റ്റ് ഒരു പാലുകാച്ച് നടത്തിയിട്ട് ആ സമയത്ത് ഫംഗ്ഷനോ അങ്ങനെ ആളെ വിളിച്ച് ആരെങ്കിലുമൊക്കെ വിളിച്ച് ഒരു ഫംഗ്ഷൻ നടത്തുക ഒന്നും ആ സമയത്തെ സാഹചര്യങ്ങൾ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ ചെയ്തില്ല. അപ്പം ഇപ്പോൾ ഫ്രണ്ടിൽ ഫുഡൊക്കെ കഴിക്കാനുള്ള ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഫാമിലി ഉദയത്തിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, എടാ ഒരു ഹായ് പറയണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നിർത്തി ഹായ് ഒക്കെ പറയിപ്പിച്ചു. പിന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ ദേവശേട്ടനൊക്കെ കുഞ്ഞമ്മയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞമ്മയുടെ മക്കൾ, അവരുടെ വൈഫ്, പിള്ളേർ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ സാൽമയും ചിഞ്ചുവൊക്കെ നേരത്തെ വന്നായിരുന്നേ. അങ്ങനെ അതേ അമ്മയും സാൽമയും ചിഞ്ചുവും കേശപ്പനും കൂടെ വന്നപ്പോഴത്തേക്കിനും അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഇതേ ഇവിടെ വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുന്ന കണ്ടോ, ഇത് ദേവശേട്ടൻ്റെ അനിയനാണ് കേട്ടോ. ഈ ചേട്ടനെ കണ്ടിട്ടെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിൻ്റെ കട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞങ്ങളെന്നല്ല ഇവിടെ മിക്കവാറുള്ളവരൊക്കെ പറയുന്ന ഒരു സ്റ്റാറിൻ്റെ പേരുണ്ട്. അപ്പം അത് ആരാന്ന് ഞാൻ വീഡിയോയിൽ പോകുമ്പോൾ പറയാം കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുമെങ്കിൽ കമൻറ്റ് ചെയ്ത്. രാധേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അത് അനിയൻ്റെ വൈഫ് മോനൊക്കെയാണ് നിൽക്കുന്നത്. ഫുഡ് എന്ന് പറഞ്ഞാൽ അപ്പവും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി അപ്പവും ചിക്കൻ കറിയും. നമ്മുടെ കേശപ്പൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ച ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ടായിരുന്നു, രജിഷൻ്റെയൊക്കെ ഫ്രണ്ടാണ്. അപ്പോൾ അവിടുന്ന് തന്നെയാണ് ഫുഡ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ എല്ലാവരും വെളിയിൽ വന്നിരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ നേരെ പോയി ഞാൻ അവിടെ വീഡിയോ എടുത്ത്. അപ്പോൾ എല്ലാവരും പറയായിരുന്നു ഇന്നത്തെ ഷൂട്ടിങ്ങിൻ്റെ നാളെ റിലീസാകും എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ നേരത്തെയൊക്കെ എനിക്കിങ്ങനെ എല്ലാവരെയും പോയി വീഡിയോ ഒക്കെ എടുക്കാൻ ഇച്ചിരി മടിയൊക്കെ ഉണ്ട്. ഇപ്പം മടി പതുക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാം. അങ്ങനെ ഞാൻ എല്ലാവരെയും വീഡിയോ എടുത്തെടുത്ത് നേരെ അകത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിന് അവിടെ ചേട്ടൻ അനിയനും ഒരു വൈഫും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ചേട്ടൻ്റെ കാര്യം, നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയായിരുന്നോ? നമ്മളിവിടെ എല്ലാവരും വിനീത് ശ്രീനിവാസൻ്റെ ഒരു കട്ടെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ചെറിയൊരു കട്ടുണ്ട് പുള്ളി കാണുമ്പോഴേ. അങ്ങനെ പിന്നെ നേരെ ഫോട്ടോ എടുപ്പ് ബഹളമായിരുന്നു. നാട്ടുകാർ വിളിച്ചാൽ അവൻ പോവില്ല.
ഇപ്പോൾ നടന്ന ബഹളമെന്ന് വെച്ചാൽ ഈ കുട്ടിപ്പട്ടാളങ്ങളെ നാലെണ്ണത്തിനും കൂടെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കാനുള്ള ബഹളമായിരുന്നു കേട്ടോ. കാര്യം ഒരെണ്ണത്തിനെ പിടിച്ചിരുത്തപ്പോഴത്തേനും ഒരെണ്ണം വേറെ എങ്ങോട്ടേലേക്ക്. അപ്പം ഈ നാലെണ്ണത്തിനൂടെ ഒരുമിച്ച് നിർത്തിയിട്ടേ ഇവന്മാരുടെ ചേട്ടൻ ജിത്തു ചേട്ടനെ കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവന് നാണക്കേടെന്ന് പോലും വലിയ ചേട്ടനായി പോയെന്ന്. അങ്ങനെ അവനെ പിടിച്ച് നിർത്തുന്ന ബഹളമായിരുന്നു ആ കേട്ടത് അത്രയേ. അങ്ങനെ കുറച്ച് ഫോട്ടോസും ഫാമിലി സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നേ. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ നല്ലൊരു പോളിംഗ് ഒക്കെ നടത്തി കേട്ടോ. അങ്ങനെ അപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ നേരത്തെ നമ്മൾ വീടിൻ്റെ പഴയ ഒരു പിക്ചർ അത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ കൂട്ടത്തിലെ. അപ്പോൾ വീടിൻ്റെ പഴയ ഒരു പിക്ചർ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കടിയൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് രാധിച്ച് ദേ അവസാനമാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഫുഡ് കടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ദേ എല്ലാം അൺബോക്സിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഗിഫ്റ്റൊക്കെ. കാര്യം പിള്ളേർ അവിടെ നിന്ന് എല്ലാം പൊട്ടിച്ചൊക്കെ നോക്കി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എല്ലാം അൺബോക്സിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നവരെല്ലാം ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു എല്ലാ ഗിഫ്റ്റും. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ഒക്കെ ചെയ്ത് ഞങ്ങൾ നോക്കി. ഇത് നോക്കിയതല്ലേ അടിയിലോട്ട് വെക്കട്ടോ. പിന്നെ അങ്ങനെ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്ത് കേട്ടോ. അപ്പം ഗിഫ്റ്റുകളെല്ലാം രാധേച്ചിക്ക് ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി ഗിഫ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലേ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാമേ. ടാറ്റാ.